നമുക്ക് കാണാൻ 2 വർഷം അതായത് 10 വർഷത്തോളം 2 ടേം ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നാണ് UDF. തികച്ചും വലിയ എഡ്ജ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഉണ്ടായിരുന്ന എഡ്ജ് നഷ്ടപ്പെട്ടു. പട്ടിക കാത്തിരുന്ന ദിവസം നമുക്ക് ഓർമ്മയുള്ളതാണ്. പട്ടിക വരുന്നതിന് മുന്നേ അടിയ. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു പട്ടിക പുറത്തു വന്നപ്പോൾ ഇതാ അടുത്ത പ്രശ്നം, അടുത്ത വയ്യാവേലി കോൺഗ്രസിലേക്ക് വരുന്നു. അത് PJ കുര്യന്റെ പ്രസംഗത്തിന്റെ രൂപത്തിലാണ്. ഇനി അതും ഒരു ചർച്ചയാകും. കോൺഗ്രസിന് വയ്യാവേലികളോട് വയ്യാവേലികളാണ് എന്ന് പറയേണ്ടി വരും. ഈ കൺവെൻഷനും അതിന് വ്യത്യാസമില്ല. എന്തൊക്കെ നമുക്കിതിൽ പ്രതീക്ഷിക്കാമല്ലേ? അതെ, ഞാനൊരു കൂട്ടിന് അവര് അനുവദിച്ചിരിക്കുന്ന സ്പേസിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് റിയാക്ഷൻ പറ്റില്ല. അജി കുഞ്ഞുമോനായിരുന്നു വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ ഇപ്പോഴേ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം ഉയർന്നു വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉയർത്തിയല്ല UDF വോട്ട് തേടിയത്. കാരണം അങ്ങനെ തേടുമ്പോൾ അത് ഗ്രൂപ്പ് പോരിലേക്ക് വഴിതെളിക്കും. പക്ഷെ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ആ പോര് തുടങ്ങി. ഏതായാലും അജി ചേരുന്നുണ്ട്. അജി, ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല. ഖർഗെ വരുന്നുണ്ട്. അതൊരു വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായി തന്നെ അതിനൊരു തുടക്കം, ഔദ്യോഗികമായ തുടക്കം പ്രചാരണങ്ങൾക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചൊക്കെ ഇത് വലിയ രീതിയിൽ ഇന്നത്തെ ഒരു ശക്തി പ്രകടനം പോലെ തന്നെ അത്രയ്ക്ക് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? അവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? ഏതെല്ലാം നേതാക്കൾ എത്തിക്കഴിഞ്ഞു? അജി പറയൂ. ഇപ്പോൾ സ്മിത, ഒട്ടനവധി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം തന്നെ UDF-ന്റെ ഘടകകക്ഷി മുന്നണിയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെയും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വലിയൊരു ജനപങ്കാളിത്തം ഇപ്പോൾ ഈ കോഴിക്കോട് ബീച്ചിൽ ഉണ്ട് എന്നത് നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര റദ്ദാക്കിയത് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്. അപ്പോൾ ഈ വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. കാരണം ഈ ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിന്റെ പ്രചാരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ അടക്കം ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം തന്നെയും എത്തിയത്. പക്ഷെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല. പക്ഷേ ACCയുടെ ഒരു വലിയ നേതൃനിര തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. സച്ചിൻ പൈലറ്റും മല്ലികാർജുൻ ഖാർഗെയും ഒപ്പം തന്നെ രേവന്ത് റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ലീഗിന്റെ അടക്കമുള്ള നേതാക്കൾ, ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അവർ ഈ മഹാറാലിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകോപനങ്ങളൊക്കെ നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത് നടത്തിയിരുന്നത്. ഇനിയും ഈ മഹാറാലിയിൽ പ്രധാനമായും അറിയേണ്ടത് ഈ കോൺഗ്രസിന്റെ സർപ്രൈസ് എന്താണ്, KPCC പറഞ്ഞ ആ സർപ്രൈസ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം രാവിലെ ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന് ഈ AICC ക്യാമ്പുകൾ വിലയിരുത്തിയിരുന്നു. അപ്പോൾ എന്തായിരിക്കും ആ സർപ്രൈസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പുകൾ, ക്ഷേമ പെൻഷനുകൾ 3500 രൂപയായി ഉയർത്തുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, വനിതകൾക്ക് സൗജന്യമായി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതുമാണ്. അത് ഉൾപ്പെടെ ഏതെല്ലാം രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് പത്രികയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനിരിക്കുന്നത്, ഇതെല്ലാം കൗതുകം തന്നെയാണ്. വിസ്മയങ്ങൾ കാത്തുവച്ചു എന്ന് പറഞ്ഞാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണം തന്നെ തുടങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.